ഹലോ, വെൽക്കം എവ്രി വൺ. നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് ആണ് MDC സയൻസ് ഫോർ തേർഡ് സെമസ്റ്റർ, അണ്ടർസ്റ്റാൻഡിങ് കേരള, സയൻസ്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ. ഇപ്പം നമ്മുടെ എക്സാം നെക്സ്റ്റ് വീക്ക് ആണല്ലോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ, നല്ല മാർക്കോടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ ട്രിക്സ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ലെസൺസിൻ്റെ സമ്മറി കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ആൻസർ എഴുതുന്ന രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, സയൻസ് ഇൻ അവർ സൊസൈറ്റി. സയൻസ് ഇൻ അവർ സൊസൈറ്റി is the lecture delivered by Dr. B. Iqbal, a neurosurgeon who was born in Changanasheri, Kerala. He was the president of Kerala Shastra Sahitya Parishad from 1983 to 1985. So this is the lecture delivered by Dr. B. Iqbal and he is a neurosurgeon. അദ്ദേഹം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു ഫ്രം 1983 to 85. ഈ രീതിയിൽ നമ്മൾ ആദ്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ സ്പീക്കർ നമ്മൾ എഴുതി. ഇനി നമ്മൾ സ്പീച്ചിലേക്ക് പോവുകയാണ്. Dr. Iqbal in his speech tells the significance of Kerala's great scientific tradition, especially in medicine and mathematics. ഇപ്പോൾ രണ്ട് മെയിൻ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കേരളാസ് ഗ്രേറ്റ് സയൻറ്റിഫിക് ട്രഡീഷൻ. നമ്മുടെ കേരളത്തിന് വലിയൊരു സയൻസ് ട്രഡീഷൻ ഉണ്ട്, പക്ഷെ അത് പലർക്കും അറിയില്ല. ഏത് മെയിൻ രണ്ട് ഫീൽഡിലാണ് പറയുന്നത്? മെഡിസിൻ ആൻഡ് മാത്തമാറ്റിക്സ്. പിന്നെ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് മാത്തമാറ്റീഷ്യൻസ് ആര്യഭട്ട, ബ്രഹ്മദത്തൻ, ഇവരുടെ ഒറിജിൻ കേരളത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ആര്യഭട്ടയുടെ കേരളത്തിൽ നിന്നാണ് എന്ന തിയറീസ് ഉണ്ട്, എന്നാൽ ബീഹാറിൽ നിന്നാണ് എന്നുമുണ്ട്. അപ്പം അദ്ദേഹം പറയുകയാണ് ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹി ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് ഇൻ എ ലോക്കൽ ലാംഗ്വേജ് വാസ് പബ്ലിഷ്ഡ് ഇൻ കേരള ടൈറ്റിൽ യുക്തി ഭാഷ. ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജിലുള്ള ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് അത് പബ്ലിഷ് ചെയ്തത് വേറെ എവിടെയുമല്ല, നമ്മുടെ കേരളത്തിലാണ്. ഹി ഓൾസോ ത്രൂസ് ലൈറ്റ് ടു ദ റിച്ച് പ്രീ ആയുർവേദിക് മെഡിക്കൽ ട്രഡീഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള. ആയുർവേദം വരുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല മെഡിക്കൽ ട്രഡീഷൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ സയൻസിന് ഇത്ര ഇമ്പോർട്ടൻസ് പണ്ട് കൊടുത്തൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ദ സ്പീക്കർ ദെൻ ടെൽസ് ദാറ്റ് കേരള ഹാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. നമ്മൾ വേറെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്, അതിലൊരു സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ്. പക്ഷേ ആ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. The potential of these institutions are not fully utilized. എന്തുകൊണ്ടാണ്? അൺസയൻറ്റിഫിക് തിങ്കിങ്, സൂപ്പർസ്റ്റീഷൻസ്, ഔട്ട്ഡേറ്റഡ് കസ്റ്റംസ്, ഇതെല്ലാം കേരളത്തിൽ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, നല്ല ആചാരങ്ങളുണ്ട്, എന്നാൽ മോശമായ ആചാരങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും വ്യക്തികൾ എന്ന് അദ്ദേഹം പറയുകയാണ്. അത് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് പാര നമ്മൾ നോക്കുകയാണ്. ഡോക്ടർ ഇക്ബാൽ ദെൻ ടെൽസ് ദാറ്റ് കേരള ഹാസ് ഗിവൺ ബർത്ത് ടു മെനി സയൻറ്റിസ്റ്റ്. ഒരുപാട് സയൻറ്റിസ്റ്റ് കേരളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ആർക്കും അങ്ങനെ അറിയില്ല. ECG സുദർശൻ, ഹി ഹാസ് ഗിവൺ കോൺട്രിബ്യൂഷൻ ടു തിയറിറ്റിക്കൽ ഫിസിക്സ്. GN രാമചന്ദ്രൻ, EK ജാനകി അമ്മാൾ, അന്ന മാണി, ദേ ആർ ഫേമസ് വിമൻ സയൻറ്റിസ്റ്റ്, EK ജാനകി അമ്മാൾ ആൻഡ് അന്ന മാണി. Most of the scientists were also advisors to the prime ministers of India, but these scientists didn't receive the recognition they deserved from Kerala. അപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസേഴ്സ് വരെ നമ്മുടെ കേരളത്തിലെ സയൻറ്റിസ്റ്റ്സ് ആയി, പക്ഷേ കേരളത്തിൽ അവർക്ക് ഒരു റെക്കഗ്നേഷൻ ആരും അങ്ങനെ കൊടുത്തില്ല. He points out many such paradoxical situations existing in Kerala. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പാരഡോക്സിക്കൽ സിറ്റുവേഷൻ, പാരഡോക്സിക്കൽ മീൻസ് കോൺഫ്ലിക്റ്റിംഗ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നല്ല റിസർച്ച് ഫെസിലിറ്റീസ് ഉണ്ട്, അവൈലബിലിറ്റി ഓഫ് റിസർച്ച് സെൻറ്റർ ഫോർ എവറി ക്രോപ്പ്, പ്രസൻസ് ഓഫ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആൻഡ് മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദെയർ ഇൻ കേരള. ബട്ട് കേരള
Kerala is not fully utilizing these institutions to address the challenges in agricultural sector. നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പക്ഷേ അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള ചാലഞ്ചസ് നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പം നമുക്ക് റിസോഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ശ്രമിക്കുന്നില്ല. He believes that the development and challenges of Kerala, especially in higher education, can only be solved by effectively utilizing science and technology. ഇപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള നമ്മുടെ കേരളത്തിലെ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ചാലഞ്ചസ്, അതെല്ലാം സയൻസ് ആൻഡ് ടെക്നോളജിയും നമ്മളത് ഫോക്കസ് ചെയ്താൽ, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, വെൻ വി ഫോക്കസ് ആൻഡ് യൂട്ടിലൈസ് ദാറ്റ്, ഈ ചാലഞ്ചസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഡോക്ടർ ഇക്ബാൽ സർ പറയുന്നത്. ലാസ്റ്റ് സർ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഡോക്ടർ ഇക്ബാൽ കൺക്ലൂഡ്സ് ഹിസ് സ്പീച്ച് ബൈ പോസിറ്റീവ്ലി സ്റ്റേറ്റിംഗ് ദാറ്റ്, ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ആസ് ലോങ് ആസ് ഓർഗനൈസേഷൻസ് ലൈക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എക്സിസ്റ്റ്, one can carry forward the Renaissance traditions to liberate Kerala from superstitions. Renaissance means modern ട്രഡീഷൻസ്. അതായത് നമ്മൾ ട്രഡീഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വി ആർ യൂസിങ് മോഡേൺ മെത്തേഡ്സ്. ആൻഡ് ഇഫ് വി ഡു ലൈക്ക് ദാറ്റ്, വി ക്യാൻ ലിബറേറ്റ് കേരള, വി ക്യാൻ ഫ്രീ കേരള ഫ്രം സൂപ്പർസ്റ്റീഷൻസ്. അന്ധവിശ്വാസത്തിൽ നിന്നൊക്കെ നമുക്ക് കേരളത്തിന് ഫ്രീ ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. നമ്മൾ ആദ്യം നോക്കിയായിരുന്നു, ആ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു ഡോക്ടർ ബി ഇക്ബാൽ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് സയൻസിന് കൊടുത്ത ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരള. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് നമ്മൾ ഇനിയും കൊടുക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ സയൻസ് ഇൻ അവർ സൊസൈറ്റി നമ്മൾ പഠിച്ചല്ലോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതൂ. ആൻഡ് അപ്പോൾ കമൻറ്റ് ബോക്സിലുള്ള എല്ലാ ഡൗട്ട്സും ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാംസ്.